അപ്പൊ അമ്മേന്റെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ഒരു രക്ഷയില്ല, അങ്ങനെ മണം കൊണ്ട് നിക്കാൻ പറ്റുന്നില്ലേ. ചൂടുണ്ടല്ലേ കുഞ്ഞു? ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ ഒരു ഉച്ചവിശേഷമായിട്ടാണ് വന്നിട്ടില്ലേ കേട്ടാ. ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആവോലി മീൻ കിട്ടിയിട്ടുണ്ട്. അതെ, കൊറേ നാളായി ആവോലി മീൻ കിട്ടാത്തെ. അപ്പൊ ഇന്ന് അച്ഛൻ വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അച്ഛന് പണിസ്ഥലത്ത് നിന്നാട്ടാ കിട്ടിയതാവുന്നു. അത് അച്ഛൻ അവര് പണിയെടുക്കുന്നവര് അവിടെ കടപ്പുറത്താറ്റം പോയിട്ടുണ്ടായിനി. അപ്പൊ അവര് കൊണ്ടുവന്നിട്ട് അച്ഛന് വെറുതെ കൊടുത്തതാണ്. കുറച്ച് മത്തിയും കുറച്ച് അയിലയും ആവോലിയും അപ്പൊ കൊണ്ടുവന്നിട്ട് ഇന്നലെ അമ്മ പിന്നെ അയിലാക്കി, ഇന്ന് പിന്നെ അത് ആവോലിയാക്കി അരിച്ചിട്ട്. അതെ, അപ്പൊ ആവോലി കറിയാക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ മീൻ പിടിച്ചു നിക്കുന്നോണ്ടാണ് കേട്ടാ. പൂച്ചയിലേ നമ്മളെ ശംഖുയിലേ വട്ടം ചുറ്റുന്നുണ്ട്. അമ്മ മീൻ കാണിച്ചെടുത്തേ. നല്ലൊരു ആവോലി മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈരെ മുറിച്ച് നമുക്കിന്ന് നല്ലൊരു തേങ്ങ അരച്ചിട്ട്, പച്ച തേങ്ങ അരച്ചിട്ട് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടാ. അപ്പോൾ നമ്മളെ ഇന്നത്തെ മീൻകറി ആവോലിക്കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ ഇത്രയും ആവോലി ഉണ്ട് കേട്ടാ. 4 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മത് പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒന്നും വാങ്ങുമൊന്നും ചെയ്യില്ല. ഇതാണ് കൊടുത്തതായോണ്ട് ഭയങ്കര പൈസയല്ല ആവോലി. ഭയങ്കര പൈസയാണ്. പക്ഷെ ഇപ്പം വില കുറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഇപ്പം മീനിന് വില കുറവാണ്, എന്നാലും ഉണ്ടാവും ആവോലിക്ക് നല്ല പൈസ ഉണ്ടാവും. എനിക്ക് 2 എണ്ണം ഇപ്പം നമുക്ക് അപ്പുറം ഇപ്പുറമുള്ളതായിട്ടാകുമ്പോൾ 2 എണ്ണം വെച്ചാലേ 2 സ്ഥലത്തേക്കും കറിയാവുള്ളൂ. അപ്പൊ 2 എണ്ണം ആക്കാം. 2 എണ്ണം നമുക്ക് പിടിച്ചേക്ക് തന്നെ കേൾക്കാം. പിന്നെ കൂട്ടത്തില് അമ്മേന്റെ സ്പെഷ്യല് വഴുതനങ്ങ ഉപ്പേരി ഇപ്പം പറിച്ചുകൊണ്ടെന്നാ. നമ്മിത് ഒരു കൊറേ പ്രാവശ്യമായി കേട്ടാ വഴുതനങ്ങ ഇത് പറിക്കുന്നു. കോഴിവളം ഇട്ട് കൊടുത്തേ പിന്നെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നമുക്ക് ഉപ്പേരി വെള്ളയും വഴുതനങ്ങ കറിയും വെക്കാം. അപ്പൊ മീൻ കറിയും വഴുതനങ്ങ ഉപ്പേരിയാണ് ഇന്നത്തെ ഉച്ചത്തേക്ക്. അപ്പൊ നമുക്ക് തുടങ്ങാമോ? മീൻ മുറിക്കാദ്യം നോക്കാം. ഇത് ഇന്നേരം മൂർച്ചയാക്കിയിട്ട് മൂർച്ചൊന്നും കാണുന്നില്ല. അടിയാ ചങ്കു. അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ പോല കൊടുത്തിട്ടില്ലെങ്കിൽ. നേരത്തെ ഇന്നലെ എടുത്ത് വെച്ച മീൻ്റെ കൊടുത്ത് കുറച്ച്, അതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ വെക്കുന്നത്. ഇത് ഓർക്കട്ടെ. മുറിക്കാനൊന്നും ഒരു പണിയില്ല കേട്ടാ, വേഗം മുറിഞ്ഞ് കിട്ടും. അധികം എല്ലൊന്നും ഇല്ലാത്ത അല്ലേ, ഇങ്ങനെ മുള്ള് കട്ടിയില്ലാത്ത അങ്ങനെ മീനാണ് കേട്ടോ. അല്ലെങ്കിൽ നീളത്തിൽ വലിയ പീസ്. നല്ല ഇതുണ്ട്. മുറിക്കലിക്ക് നമുക്കറിയുമ്പോൾ മുറിക്കാല്ലേ. അങ്ങനെ ഒരു മീൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മീൻ കറിക്ക് വേണ്ടുന്ന ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ഇവിടെ ചിരകിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുണ്ട്. നമുക്കിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ അതിൻ്റെ സാധനം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പുളി കുതിർത്തിട്ടുണ്ട്. മീൻ കറി ആക്കാൻ അമ്മയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പച്ചപ്പറങ്കി. നമ്മ പച്ചപ്പറങ്കി എന്നാ പറയല് കേട്ടോ അതിനോട്. പച്ചപ്പറങ്കി. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സ്വന്തം കരിയാൻ പറഞ്ഞിട്ടാ. നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മല്ലിപ്പൊടി അധികം വേണ്ട കേട്ടോ, അത് മതി. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ രണ്ട് 2-3 സ്പൂൺ വേണ്ടി വരും. എന്നുവെച്ചാൽ കഷ്ണം ഉണ്ടല്ലോ, കഷ്ണം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ മീൻ കറിക്ക് അത്യാവശ്യം കുറച്ച് എരിവെല്ലാം വേണം, എരിവും പുളിയെല്ലാം വേണം. ഈ മീൻ അത്ര പുളി വേണ്ട തോന്നല്ലേ? വലിയ പുളി വേണ്ട. പുളി കൂട്ടണം, പക്ഷെ കുറച്ച് കുറഞ്ഞിട്ടേ വേണം. അത്ര പുളി സാധാരണ നമ്മ മീൻ കറി ആക്കുന്ന അത്ര പുളി വേണ്ട കേട്ടാ. ഇനി ഇതാ മസാലേൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനൊക്കെ നമ്മളെ വഴുതനയ്ക്ക് ഉപ്പേരി ഇടുന്ന ആകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നത്. പുളിവെള്ളം പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക്. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മീൻ കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. മറ്റേ മീനിൻ്റെ അത്ര ഒന്നും വേവൊന്നുമില്ല, അത് വേഗം വേവുന്ന മീനാണ്. അതെ, അത് കുറച്ച് മാത്രമേ. ഒന്ന് തിളച്ചാട് നമുക്ക് തേങ്ങ കൊണ്ട് കൊടുക്കാം. വിജയേ, ആ അമ്മ നല്ല മണം വരുന്നുണ്ട്. തുറന്നു നോക്കാം. നല്ല മണം തന്നെ, സഹിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. നല്ല മണല്ലേ. കൈവിട്ട ഉടഞ്ഞു. എപ്പം മത്തി അരി മാത്രം നല്ലൊരു മണം. ചുറ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, കയ്യിലിട്ടാൽ ഉടഞ്ഞു പോവേ. എന്താ വെച്ചാൽ മുള്ളില്ലാത്ത മീനായതുകൊണ്ട് ഏത് മീൻകറി ആയാലും അധികം ഇളക്കിയാലും നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം. അതാ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിച്ചൂടാ. തേങ്ങ കൂട്ടിയാൽ പിന്നെ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ കേട്ടോ, ആ ഒരു ടേസ്റ്റ് പോവും കറീൻ്റെ. അതുകൊണ്ട് ഇതാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് കയ്യിലിട്ടാൽ ഉടഞ്ഞു പോകും.
ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മീൻകറി റെഡിയായി. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് അമ്മ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടോ? കറിവേപ്പില ഇടാം. അപ്പൊ അമ്മേന്റെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അങ്ങനെ മണം കൊണ്ട് നിക്കാൻ പറ്റുന്നില്ലേ. നമുക്ക് ഉപ്പലുണ്ടോ നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് നല്ല തിള കേട്ടാ. ഉണ്ടോക്കട്ടെ. അടിപൊളി. ഒരു പൊടിക്ക് വേണമെങ്കിൽ ഇട്ടോ, എന്താ വെച്ചാൽ തണിയുമ്പോൾ കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണിയുമ്പോൾ എല്ലാ കറിക്കും അങ്ങനെയല്ലേ, കുറച്ച് ഉപ്പ് കുറയും കേട്ടാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. തിളച്ചിട്ടുണ്ട് കറി. പച്ച വെളിച്ചെണ്ണയും കൂടി നിറച്ച് കഴിഞ്ഞാൽ ഓക്കെ. അധികം വേണ്ട, സോറി. നമ്മ ആദ്യം വളരെ എണ്ണ കൊടുത്തിട്ടുണ്ട്. അധികം എണ്ണയിലാക്കിയിട്ട് കൊളസ്ട്രോൾ നമ്മുടെ ഇപ്പൊ കറി കാണിച്ചു തരാം. ഓഫാക്കാട്ടാ. ഞാൻ ഉപ്പുണ്ടൊക്കെ ഇട്ടിച്ച് രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മുറിഞ്ഞോളയാ. എന്നാ കുഞ്ഞോ നല്ല മണിക്കൂട് ചോറിക്കാൻ വന്നിട്ടുണ്ട്. മണം. ആ ചൂട് ചൂട് ചൂടുണ്ടല്ലേ കുഞ്ഞോ. ലോഗൂസിന് ഇപ്പം ഒരു പരിപാടി ഉണ്ട് ബാലസഭേന്റെ, അതിന് പോവാൻ വേണ്ടിട്ട് വേഗം അവന് ചോറ് കൊടുത്തതാണ് കേട്ടാ. ഇപ്പൊ വണ്ടി വരും പറഞ്ഞിട്ടുണ്ട്. വേഗം കഴിച്ചോ. അപ്പൊ എങ്ങനെയുണ്ട് അമ്മമ്മേന്റെ മീൻകറി? എനിക്ക് ഇഷ്ടായിനാ? നല്ല ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ മീൻകറിയെല്ലാം റെഡിയായി. ലോഗൂസ് ഇതാ ചോറ് ചെയ്യലായി. ഒരു വേഗം പോകണ്ടാന്ന് കേട്ടാ. ഇന്ന് അവിടെ ബാലസഭേന്റെ ഒരു പരിപാടി ഉണ്ട് അല്ലേ ലോഗു? അതിന് പോകണ്ടോണ്ടാന്ന് വേഗം ചോറിക്കലായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ അമ്മേൻ്റെ സ്പെഷ്യൽ ഒരു ആവലി കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കൊരു അവല് കിട്ടിയോണ്ട് അതുകൊണ്ട് നമുക്കൊന്നൊരു കറിയായി. അപ്പൊ അതിന്റെ ഒരു പണിയൊന്നുമില്ല. അപ്പം പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാൻ വെച്ചാണ്. അതെ. അപ്പൊ ഇന്നലെ ഒരു മീനും കിട്ടി ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്രേ ഉള്ളൂ. ഇന്ന് കുഞ്ഞു വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ കഞ്ഞി കൊടുക്കണത്ര ഇവന് വേഗം പോകണം, അതുകൊണ്ട് വേഗം കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മീൻകറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.